Hi all. നമ്മൾ കഴിഞ്ഞ ദിവസം ഫില്ലിംഗ് ടൂൾസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. നമ്മൾ പഠിച്ച ടൂൾ ഏതായിരുന്നു? പെയിന്റ് ബക്കറ്റ് ടൂളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും നമ്മൾ ഫില്ല് ചെയ്യാൻ പഠിച്ചായിരുന്നു. ഓക്കെ, അത് പഠിച്ച സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കമാൻഡും കൂടെ ഉണ്ട് ഫില്ല് ചെയ്യാൻ. അത് ഫിൽ കമാൻഡ് എന്നാണ് പറയുന്നത്. ആ ഫിൽ കമാൻഡ് കിടക്കുന്ന എഡിറ്റ് മെനുവിലാണ് ഫിൽ കമാൻഡ് കിടക്കുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് വരുന്ന Shift+F5 ആണ്. ചെയ്യുന്ന മെത്തേഡുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യമേ എന്താണ് ചെയ്യുന്നത്? ആദ്യമേ ഒരു സെലക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എഡിറ്റ് മെനുവിൽ എന്ത് ചെയ്യുക? ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഫിൽ കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്കിവിടെ ഒരു ഫിൽ കമാൻഡ് വിൻഡോ ഓപ്പൺ ആയി വരും. ഫിൽ കമാൻഡ് വിൻഡോയിൽ നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് നോക്കുക, ആദ്യമേ തന്നെ നമ്മൾ കണ്ടൻസ് പ്രോപ്പർട്ടി ഉണ്ട്. കണ്ടൻസ് പ്രോപ്പർട്ടി മീൻസ് നമുക്ക് നമ്മുടെ സെലക്ഷനകത്തേക്ക് ഫില്ല് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത്. അതിനകത്ത് നിങ്ങൾക്കറിയായിരിക്കും ഫോർഗ്രൗണ്ട് കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട് അല്ലേ? ഫോർഗ്രൗണ്ട് കളർ ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ടൂൾ ബോക്സിൽ ഫോർഗ്രൗണ്ട് കളർ ഏത് കളറാണോ ആക്റ്റീവായി കിടക്കുന്നത് ആ കളർ ആയിരിക്കും നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് വരുന്നത്. ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ആക്റ്റീവായി കിടക്കുന്ന ഏത് കളറാണ്? ഗ്രീൻ ആണ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്കിവിടെ ഒരു ഗ്രീൻ കളർ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. അതാണെന്ത്? ഈ ഫോർഗ്രൗണ്ട് കളറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തൊട്ട് താഴെ എന്തുണ്ട്? ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് ആക്കുവാണ്. നോക്കുക, ഇവിടെ വന്നിട്ട് വീണ്ടും ഞാൻ എഡിറ്റ് മെനുവിൽ വരുന്നു, ഫിൽ കളർ ക്ലിക്ക് ചെയ്യുന്നു. സെക്കൻഡ് പ്രോപ്പർട്ടി ഏതാണ്? ബാക്ക്ഗ്രൗണ്ട് കളർ ആണ് അല്ലേ? ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് വന്നേക്കുന്നത്? അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറിലെ ഏത് കളറാണോ ആക്റ്റീവായി കിടക്കുന്നത് ആ കളർ നമുക്കിവിടെ ഫില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. എഡിറ്റ് മെനുവിൽ ഫില്ലിൽ വരുന്നു. തേർഡ് വൺ കിടക്കുന്ന ഏതാണ്? കളറാണ്. ഓക്കെ, കളർ മീൻസ് ഞാൻ ഇവിടെ കളർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കളർ പിക്കർ വിൻഡോ വരും. അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഏതാണോ ആ കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ ഓക്കെ കൊടുക്കുക. ദെൻ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ പിക്ക് ചെയ്ത കളർ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കിട്ടും. സോ ഇത്രയാണ് ആദ്യത്തെ 3 ഓപ്ഷൻസ് വരുന്നത്. ഏതൊക്കെയാണ്? ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് വൺ നോക്കാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് അവെയർ ആണ്. ഈ കണ്ടന്റ് അവെയർ ഫില്ല് അല്ലെങ്കിൽ കണ്ടന്റ് അവെയർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോട്ടോ റീടച്ചിങ്ങിനകത്താണ്. നമ്മൾ കൂടുതൽ നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി വരും നമുക്ക് ഫോട്ടോ റീടച്ചിങ് ടൂൾസിൽ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് എനിക്ക് ഒരു പർട്ടിക്കുലർ കളർ ഫില്ല് ചെയ്ത് വരണം. ആ വരേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സെലക്ഷൻസിന്റെ എഡ്ജസിന്റെ ചുറ്റും വരുന്ന കളർ പിക്സൽ ആയിരിക്കണം എനിക്ക് ഇതിനകത്തേക്ക് കളർ ഫില്ല് ചെയ്ത് വരേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എഡിറ്റ് മെനുവിൽ ഫില്ല് ക്ലിക്ക് ചെയ്യുന്നു. ഫില്ല് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്യുന്ന കണ്ടന്റ് അവെയർ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ? ആ ഒരു ഏരിയ അവിടെ റിമൂവ് ആയി പോയതല്ല, നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയുടെ ചുറ്റുമുള്ള കളർ പിക്സലിൽ നിന്നും ആ കണ്ടന്റ് അവെയർ എന്നുള്ള കമാൻഡ് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഫില്ല് ചെയ്ത് വരേണ്ട കളർ സെലക്ട് ചെയ്ത് ഫില്ലായി വന്നിട്ടുണ്ട്. സോ ഇതാണെന്ത്? കണ്ടന്റ് അവെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഇമേജിനകത്ത് എന്തെങ്കിലും അൺവാണ്ടഡ് ഏരിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കണ്ടന്റ് അവെയർ യൂസ് ചെയ്യാം. ഇപ്പൊ ഇതിനൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ഒരു കളർ പിക്സൽ എന്ന് പറഞ്ഞ ഒരു ഗ്രേഡിയന്റ് കളർ പിക്സലുകൾ ആയതുകൊണ്ടാണ് നമുക്ക് വളരെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത്. ഓക്കെ, സോ ഇതാണ് കണ്ടന്റ് അവെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കമാൻഡ് നോക്കാം. പാറ്റേൺ ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു. ഞാൻ ഇവിടെ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. നോക്കൂ, തൊട്ട് താഴെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ഞാനൊരു പാറ്റേൺ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ നമുക്കിവിടെ ഫില്ലായി കിട്ടും. സോ ഇതാണ് പാറ്റേൺ ഫില്ല് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ഹിസ്റ്ററി
കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം തൊട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഹിസ്റ്ററി ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അത് പറഞ്ഞു തരാം. അതായത് ഞാൻ ഒരു ഡോക്യുമെന്റ് ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഈ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ് വിൻഡോയുടെ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അവിടെ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു എന്താ പറയുക ഒരു യെല്ലോ ആക്കുവാണ് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് യെല്ലോ കൊടുത്തേക്കുന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് വരും? യെല്ലോ കളർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, എഡിറ്റ് മെനുവിലെ ഫില്ല് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫില്ല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കണ്ടന്റ്സ് ഞാൻ പാറ്റേൺ ആക്കുവാണ് കേട്ടോ. പാറ്റേൺ ഇപ്പൊ പറയുന്നത് ഹിസ്റ്ററിനെ കുറിച്ചാണ്. ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ പാറ്റേൺ കൊടുത്തു, ഓക്കെ കൊടുത്തു. സോ ഇപ്പൊ ഞാൻ കൊടുത്ത പാറ്റേൺ ഈ ഒരു സെലക്ഷനകത്തേക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും? ഹിസ്റ്ററിയിലേക്ക് പോവാം. എഡിറ്റ് മെനുവില് ഫില്ല് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആ സെലക്ഷൻ കളഞ്ഞിട്ടില്ല കേട്ടോ, ആ ലെയറും അതിങ്ങനെ തന്നെ ഉണ്ട്. കണ്ടന്റ്സിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഹിസ്റ്ററി ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ആയി കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹിസ്റ്ററി എന്നുള്ള കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡോക്യുമെന്റ് എടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഹിസ്റ്ററി സ്റ്റേറ്റ് എന്താണോ അത് നമുക്കിവിടെ കിട്ടും. സോ അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫിൽ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എന്താണ്? ബ്ലാക്ക്. ബ്ലാക്ക് മീൻസ് എന്തായിരിക്കും? ഞാൻ ഇവിടെ ബ്ലാക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലാക്ക് കളർ നമുക്ക് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കിട്ടും. അത് വളരെ സിമ്പിൾ ആണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതായത് അതിനകത്ത് വരാൻ പോകുന്ന കളർ എന്തായിരിക്കും? ബ്ലാക്ക് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. എഡിറ്റ് മെനുവില് ഫില്ലില് ബ്ലാക്കിന്റെ തൊട്ട് താഴെ എന്താണ്? 50% ഗ്രേ മീൻസ് അത് ഒരു ഗ്രേ കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണെന്ത്? 50% ഗ്രേ എന്നുള്ള കണ്ടന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രേ കളർ നമുക്ക് സെലക്ഷനകത്തേക്ക് ഫില്ല് ചെയ്ത് കിട്ടും. ദെൻ തേർഡ് വൺ വന്നിട്ട് ഫില്ലിനകത്ത് വരുന്നു. എന്താണ്? വൈറ്റ്. വൈറ്റ് മീൻസ് എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും നമുക്ക് അവിടെ ഫില്ലായി കിട്ടുന്നത്. സോ ഇതാണെന്ത്? വൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒപ്പാസിറ്റി അറിയായിരിക്കും. ഒപ്പാസിറ്റിക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, ഒപ്പാസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മുടെ ഫിൽ കമാൻഡ് വരുന്നത്. അത് എഡിറ്റ് മെനുവിലാണ് എന്ത്? ഫിൽ കമാൻഡ് വരുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Shift+F5 ആണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് എഡിറ്റ് മെനുവിലുള്ള ഫിൽ കമാൻഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.